നമുക്കൊരു 2 കിലോ ബീഫുണ്ട്. അപ്പോൾ അത് നമുക്ക് കറി ഉണ്ടാക്കാം. കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ കിടന്ന് പിടിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഉപ്പും ഇതും മാത്രം ഇട്ട് വേവിച്ച് പിന്നെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെ കുക്കറിൽ വയ്ക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ 2 കിലോ ഉണ്ടല്ലോ ബീഫ്, അപ്പോൾ ഒരു 5 ചെറിയ സവോളയാണ്. അതുകൊണ്ടാണ് കേട്ടോ, ചെറുതായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അല്ലെങ്കിൽ വലിയ 2 സവോള എടുത്താലും മതി. പിന്നെ ഒരു 20ഓളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് ഈ ബീഫ് കറിക്ക് അത്യാവശ്യമാണ്. അത് ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അതുപോലെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു കുടം വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് എന്ന് വെച്ചാൽ അതിന് നല്ല എരിവുള്ളത് കൊണ്ടാണ് ആ 4 പച്ചമുളക് എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ ഒരു 2 എണ്ണം കൂടി നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാനിത് അരിഞ്ഞു കൊണ്ടുവരട്ടെ, എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അരിഞ്ഞു കൊണ്ടുവന്നിട്ട് ഞാൻ കുക്കറിന് വെച്ചാണത്. അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഞാൻ എടുക്കണു, നിങ്ങൾക്ക് ഏതെങ്കിലും ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും എടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. നമുക്കപ്പോൾ അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാനൊരു 10-20 ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതും കൂടി അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഇടുമ്പോൾ ഈ ബീഫ് കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഉള്ളി ചേർക്കേണ്ടിരുന്ന എനിക്കൊരു സുഖം ഉണ്ടാവില്ല, കാരണം ഞാൻ എല്ലാ ബീഫ് കറിയിലും ചുവന്നുള്ളി ചേർക്കും. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അതിങ്ങനെ മൊരിഞ്ഞ് വന്നിട്ട് അതിലേക്ക് എടുക്കുമ്പോൾ. അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ വേഗമായി കിട്ടും. അപ്പോൾ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നന്നായി വഴന്ന് വരട്ടെ, ഇട്ട കാരണം വേഗമായി കിട്ടിയോളൂ. അപ്പോൾ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഒരു കുടം വെളുത്തുള്ളി ഉണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചില്ല. അപ്പോൾ അത് ചതച്ച് വെച്ചതാണ്. അത് ചതച്ച് തന്നെ ഇടണം, എന്നാലും കറിക്ക് കൊഴുപ്പ് കിട്ടുക. അത് മിക്സിയിലടിച്ചാലും മതി. അപ്പോൾ ഞാൻ ചതച്ചാണ് എടുത്തത്, അതൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ മുളകും ചതക്കാട്ടോ, ഞാനത് അരിഞ്ഞിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കി കൊടുക്കാം. അതൊന്ന് നിന്ന് ഇളക്കുക തന്നെ വേണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് വഴന്ന് വന്നപ്പോൾ ഒരു ഇതായപ്പോൾ ഞാൻ പച്ചമുളകും വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാതും നന്നായി വഴന്ന് വരട്ടെ. ഇങ്ങനെ ഈ കുക്കറിലിട്ട് വേവിക്കുമ്പോഴാണ് ഈ ബീഫിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട്. ഞാൻ മറ്റോണം വയ്ക്കാറുള്ള ആളാണ്. കുക്കറിൽ വേവിച്ചെടുത്തിട്ട് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട്, ഇപ്പോൾ ഇതായി വന്നപ്പോൾ ഞാൻ അതിൽ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി നന്നായി ഒന്ന് അരിഞ്ഞ് പോകണമെന്നൊന്നുമില്ല, കാരണം നമ്മൾ കുക്കറിൽ അടിക്കാൻ പോണത്. അപ്പോൾ പിന്നെ അത്ര ആവണമെന്നില്ല, എന്നാലും അലിയിക്കണമെങ്കിൽ അലിയിക്കാം. ഒരു ഇതായി വന്നിട്ടുണ്ട് തക്കാളി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇനി ചേർക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബീഫ് ഇങ്ങനെ ചെയ്യാനാണ് ഇഷ്ടമുള്ള. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. മറ്റേ മുളകാണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ഇട്ടാൽ മതി. ഞാൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടെന്ന് മാത്രം. ഒരു
രണ്ടല്ല 3 ടേബിൾ സ്പൂൺ തന്നെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടേബിൾ സ്പൂണിനേക്കാളും വലുതാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് 2 കിലോനുണ്ടല്ലോ ബീഫ്. പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ പൊടിച്ച് വെച്ചാണ് ഗരം മസാല. നമ്മൾ വാങ്ങിക്കുന്ന മീറ്റ് മസാല ഇല്ലത്. ഞാൻ അത് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് കാണുന്നവർക്ക് കാണാം. നമ്മൾ ജാതിപത്രയൊക്കെ ഇട്ടിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതിന് മാത്രമല്ല, നമുക്ക് ഇത് ചിക്കനും ഒക്കെ അത് ഉപയോഗിക്കാം. നല്ല മസാലയത്. ഇപ്പോൾ അതായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് അപ്പോൾ 2 കിലോനുണ്ട്. അതിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായി ഇളക്കി നമുക്ക് യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടതാണ്. ഇതൊക്കെ ഇട്ട് നന്നായി ഇളക്കി നമ്മൾ യോജിപ്പിക്കുക. അങ്ങനെ യോജിപ്പിച്ചെടുത്താണത്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കറി വയ്ക്കാം. പക്ഷേ അപ്പോൾ എനിക്ക് ഇത്തിരി ചാറ് വേണമെന്നുള്ളതുകൊണ്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതാണിത്. ഇത് നമുക്കിനി കുക്കർ അടച്ച് വെച്ച് വേവിക്കാൻ വയ്ക്കാം. അങ്ങനെ വെന്ത് വന്ന കറിയാണ്. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കുറുതായി വന്ന ഗ്രേവിയും അതുപോലെ ബീഫും നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ബീഫ് കറി നല്ല കുറുതായ ഗ്രേവിയോട് കൂടിയാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടോ കറിയുടെ ഗ്രേവിയുടെ അത് കണ്ടോ. പറയുമ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതാണ്. എന്നാലും നല്ല കുറുതായ കറി. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ബീഫ് കറിയും പുട്ടുമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ.